വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടാരറ്റ് എക്സ്പിറേഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്താണ് ടുവേർഡ്സ് യു, അതുപോലെ അവരുടെ കറന്റ് ഫീലിങ്സ് എന്താണ്, അവരുടെ തോട്ട്സ് എന്താണ് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു വീഡിയോ സീരീസിന് വേണ്ടി ഒത്തിരി ആൾക്കാർ വെയിറ്റിംഗ് ആണ് എന്ന് പലപ്പോഴും എനിക്കറിയാം. അപ്പോൾ എനർജി ഡിഫറൻസ് ഉണ്ടായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലേ നമ്മൾ ചെയ്യുന്ന ആ ഒരു വീഡിയോയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാകുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. സോ ഇന്നൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കറന്റ് ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ എന്തായിരിക്കും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പൊ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്, നിങ്ങളത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ട്രൂലി റെസൊണേറ്റ് യു. ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് റീഡിങ്സ് അറിയണം താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് താല്പര്യമുണ്ടെങ്കിൽ സ്റ്റോൺസ് ആൻഡ് എലഗൻസ് എന്ന സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഡയറക്ട്ലി ക്രിസ്റ്റൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് ചാർജ്ഡ് എനർജൈസ്ഡ് ക്രിസ്റ്റലോ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അനുസരിച്ചിട്ടുള്ള ക്രിസ്റ്റലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചാർജ്ഡ് ക്രിസ്റ്റലോ ആണ് വേണ്ടതെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോകാം. കളക്റ്റീവ് റീഡിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, അവരുടെ പേര് 3 തവണ പറയുക, അവരുടെ വൈബ്രേഷനിലേക്ക് വരിക, എന്നിട്ട് വീഡിയോ കാണുക. ഓക്കെ, ബാക്കിയുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണേ. അതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ടാരറ്റ് റീഡിംഗ് ആൻഡ് ക്രിസ്റ്റൽ ഹീലിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബർ ബെൽ ഐക്കൺ എന്തായാലും അമർത്തി വെക്കുക, എന്നാലേ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നമ്മൾ കുറച്ച് നമ്മുടെ ഇമോഷൻസ് ചേഞ്ച് ചെയ്യുക, ലൈഫ് ചേഞ്ച് ചെയ്യുക, കുറച്ചും കൂടി ബെറ്റർ ആക്കുക, നമ്മുടെ ലവ് ലൈഫ് ഈസി ആക്കുക എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഇതിനകത്ത് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഹീലിംഗ് എനർജീസ് എടുക്കുകയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ഇമ്പാക്ട് ചെയ്യുമെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി 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 നന്ദി. ന്യൂ ആയിട്ട് വരുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. ഓൾസോ വെൽക്കം ടു അവർ ഫാമിലി. ഓക്കെ, ഞാൻ മേജർ അർക്കാന കാർഡ് എടുത്തിട്ട് തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. അതാണ് ഇത്രത്തോളം ഷഫിൾ ചെയ്ത് കേട്ടോ. ജസ്റ്റിസ് എനർജി, സ്റ്റാർ, ഫൂൾ എനർജി. എനിക്കിതിനകത്ത് മെയിൻലി മനസ്സിലായത് നിങ്ങളുടെ പേഴ്സണെ അല്ലെങ്കിൽ നിങ്ങളെ അനാവശ്യമായിട്ട് ഗൈഡിങ് തരാൻ നിങ്ങളുടെ ചുറ്റും കുറെ ആൾക്കാരുണ്ട്. അഥവാ നിങ്ങളുടെ കണക്ഷൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് അനാവശ്യമായിട്ട് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്തും ഉണ്ട്. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സന്റെ അടുത്തും ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അപ്പോ കോൺസ്റ്റന്റ്ലി നിങ്ങളുടെ പേഴ്സണെ ഇങ്ങനെ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് നമ്മുടെ ലവ് ലൈഫിൽ നിന്ന് മാറി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അവർ എങ്ങോട്ടേക്കാണോ നമ്മളെ നയിക്കുന്നത്, ഓക്കെ, അതിലേക്ക് ജസ്റ്റ് ഒന്ന് വഴുതി വീഴാനുള്ള സാധ്യത ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വഴുതി വീണ് പോയിട്ടുണ്ട് പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ. അതായത് വേറൊരാളുടെ കെണിയിൽ വീണ് പോവുക എന്നൊരവസ്ഥ, അങ്ങനത്തെ ഒരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് നിങ്ങളുടെ പേഴ്സണിന് ചുറ്റുമുള്ള ഈ ഒരു മാനിപ്പുലേറ്റീവ് എനർജി നിങ്ങളുടെ പേഴ്സണ് ജസ്റ്റിസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ജസ്റ്റിസ് കിട്ടുന്നില്ല എന്ന രീതിയിൽ അവരെ പ്ലീസ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഓവറോൾ എനർജിയിൽ നിങ്ങളെ രണ്ടുപേരെയും ട്രസ്റ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. നിങ്ങളിപ്പോ വേറൊരാളുടെ ഡിസിഷൻ സീക്ക് ചെയ്യാൻ ഇപ്പൊ നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പിന്നെയും നിങ്ങളുടെ ലൈഫില് റോങ് ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എ ഫൂൾ എനർജിയിൽ നിങ്ങൾ വീണ് പൊക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് കാണുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ പോലും പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പൊട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ റിലേഷൻ പലപ്പോഴും നിങ്ങൾ ക്ലോസ്ഡ് ആക്കി വെക്കുക. കാരണം ഓപ്പൺ ആക്കി വെച്ചാല് സീരിയസ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കണ്ണുദോഷം, അല്ലെങ്കിൽ ഒരാളുടെ അടുത്തൊരു കാര്യം നിങ്ങൾ ഹാപ്പി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുക, ഈ കൈൻഡ് ഓഫ് ഫ്രീക്വൻസി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെങ്കിൽ സൂക്ഷിക്കുക. അതുപോലെ ചില ആൾക്കാരുണ്ട് തന്റെ പാർട്ട്ണറിനെ കുറിച്ച് ലോകം മുഴുവൻ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും.
എനിക്ക് തോന്നുന്നു അങ്ങനെ പറയാതിരിക്കുക. അത് നിങ്ങളുടെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ പേഴ്സണൽ വൈബ്രേഷൻ പേഴ്സണൽ ആക്കി വെച്ചാലാണ് നിങ്ങൾക്ക് ഗുണം കിട്ടുക. നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളിപ്പോൾ നല്ലതാണ് പറയുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് ദോഷം ഉണ്ടാവും. കണ്ണുദോഷമോ ബ്ലാക്ക് ടെർമലിൻ പോലുള്ള ക്രിസ്റ്റൽസ് ഉപയോഗിക്കുക, അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉന്നക്കായിട്ട് ഉപയോഗിക്കുക നിങ്ങളുടെ പേഴ്സൺ കുറച്ചും കൂടി നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ പ്രസന്റ് ഡീൽ ചെയ്യുന്ന കണക്ഷൻ എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ഉള്ള കണക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്ര അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യും, ഓടി വരും. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യും. എത്ര തന്നെ മാനിപ്പുലേറ്റീവ് എനർജി, എത്ര തന്നെ തേർഡ് പാർട്ടി ഇഷ്യൂസോ തേർഡ് പാർട്ടി സിറ്റുവേഷനോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ, ടു ബി ഫ്രാങ്ക് പറയും, വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു കോണ്ടാക്റ്റോ ബന്ധമോ ഈ പേഴ്സൺ വരുത്തും എന്നൊരു എനർജി. വർഷത്തിൽ ഒരിക്കലെന്നത് ഞാൻ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മെസ്സേജ് ചെയ്യും അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും. അതായത് ഇഷ്ടമൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് പ്രത്യേക രീതിയിലുള്ള ഇഷ്ടമുണ്ട്. അത് കൈൻഡ് ഓഫ് എ സോൾ എനർജി ആണെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പരിധിവരെ നിങ്ങൾ വഴിയായിരിക്കും ഈ ഒരു പേഴ്സൺ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ പേഴ്സൺ അതിൻ്റെതായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ വ്യക്തി ഇതൊരു സോൾ കൈൻഡ് ഓഫ് കണക്ഷൻ ആണ്, ഇതൊരു പർപ്പസ് ഉള്ള കണക്ഷൻ ആണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് മേ ബി നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഈ കൈൻഡ് ഓഫ് എനർജീസിൽ ഇരിക്കുന്ന നല്ല രീതിയിൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അവർ തന്നെ പലപ്പോഴും നിങ്ങളെ എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും മാറ്റുകയോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയോ ചെയ്തിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഫോർ സം, ഓക്കെ, കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് ഫോർ സം അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി കാഴ്ച എടുത്ത് നോക്കാം. ജസ്റ്റസ്, സ്റ്റാർ ആൻഡ് ഫൂൾ, ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ഗൈസ്, എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ നിന്ന് തന്നെ അത് ചെയ്തു തന്നില്ല ഇത് ചെയ്തു തന്നില്ല എന്നുള്ള കമ്പാരിസൺ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായേക്കാം. പക്ഷേ ഈ ഒരു പേഴ്സന്റെ എനർജി അനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ തികച്ചും അവരുടെ വേൾഡ് തന്നെയാണ്. അവരെ കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ വേറൊരു വ്യക്തിയുടെ മാനിപ്പുലേറ്റീവ് എനർജിയിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മനസ്സിൽ തോന്നുന്ന ആ ഒരു മാനിപ്പുലേറ്റീവ് എനർജി കാരണമോ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നീരസം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് മനസ്സിലാവുന്നത് യൂണിവേഴ്സ് ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി തരാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്നൊരു ക്ലാരിറ്റി കൊടുക്കുന്നത് എന്നൊരു എനർജിയാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആവാൻ താല്പര്യപ്പെടുന്നില്ല. ഇഫ് മാനിപ്പുലേറ്റീവ് എനർജിയോ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആവുമായിരിക്കാം. കണ്ടോ, ഈ ഒരു കാർഡ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡിറ്റാച്ച് ആവുമായിരിക്കാം. പക്ഷെ ക്രിയേറ്റർ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ ഡെസ്റ്റിൻ ചെയ്തതാണെങ്കിൽ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓൾറെഡി ഈ പേഴ്സൺ അറിയാം നിങ്ങൾ അവർക്ക് വളരെയധികം വാല്യുബിൾ ആണ്, നിങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് വളരെ ലക്കിയാണ്, അബണ്ടന്റ് ആണ്, അവരുടെ ലൈഫ് വളരെയധികം സ്റ്റേബിൾ ആയതും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയതും അല്ലെങ്കിൽ അവരുടെ ലൈഫിന് ഒരു ഫ്ലോ ഉണ്ടായതും നിങ്ങൾ കാരണമാണ്. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് സൊസൈറ്റിയോട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് പോലും പലപ്പോഴും അറിയത്തില്ലായിരിക്കാം. നിങ്ങൾ വന്നപ്പോഴായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കണ്ടിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരോട് സംസാരിക്കാൻ പഠിക്കുന്നത്. അല്ലെങ്കിൽ അത് ആ വ്യക്തി പറയുകയോ പറയാതിരിക്കുകയോ ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അല്ലെങ്കിൽ ഒത്തിരി ഫ്രണ്ട്സ് ചുറ്റുപാടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഐസൊലേഷന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നിരിക്കും നിങ്ങളുടെ പേഴ്സൺ. പക്ഷെ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് അവർക്ക് പല കാര്യങ്ങളും അച്ചീവ് ആയത് എന്ന കൈൻഡ് ഓഫ് എനർജി ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ വേൾഡ് എന്താണെന്നും വേൾഡിൽ എന്താണ് ജീവിക്കേണ്ടതെന്നും അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ വേൾഡ് കംപ്ലീറ്റ് ആയ എനർജി, ഇതെല്ലാം ഈ വ്യക്തിക്ക് കിട്ടിയത് നിങ്ങൾ വന്നപ്പോഴാണ്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ കൈൻഡ് ഓഫ് മാനിപ്പുലേറ്റീവ് എനർജിയോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ ഡിസ്റ്റൻസോ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു പേഴ്സണുമായി
ആയിട്ടുള്ള നിങ്ങളുടെ യൂണിയൻ, അല്ലെങ്കിൽ ഇഫ് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ കൈൻഡ് ഓഫ് കണക്ഷൻ, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ടുള്ള യൂണിയനെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു യൂണിയൻ നിങ്ങൾക്ക് ഇതിനകത്ത് പോസിബിൾ ആണ്. അതായത് ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് പോസിബിൾ ആണ്. എന്തുകൊണ്ടാണ് അത് പോസിബിൾ ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ക്രിയേറ്റർ നിങ്ങളുടെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഇല്ലാത്തത് കൊണ്ടോ താല്പര്യമില്ലാത്തത് കൊണ്ടോ നിങ്ങളുമായിട്ട് മൂവ് ഫോർവേഡിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ല, പ്രതിസന്ധികളും സാഹചര്യങ്ങളും കൊണ്ടും പലപ്പോഴും സത്യത്തിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്ന ഈ ഒരു പൊളിറ്റിക്സിൽ നിന്ന് നിങ്ങളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുമായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഡിറ്റാച്ച് ആവുന്നത്, പെട്ടെന്ന് മാറി നിൽക്കുന്നത്, ബ്ലോക്ക് ആവുന്നത്. കാരണം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ഒത്തിരി ചീത്തപ്പേര് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ചീത്തപ്പേര് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. ഓക്കെ, കളക്റ്റീവ് റീഡിംഗ് ആണ്, എനിക്ക് കാണുന്ന സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഈ കൈൻഡ് ഓഫ് എനർജി ആ പേഴ്സൺ നേരത്തെ അറിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഈ പേഴ്സൺ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് അങ്ങനെ ഒരു ദോഷം വരാതിരിക്കാനും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണ് അതിനെ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ ഒരു പരിധിവരെ ഈ പേഴ്സൺ മാറി നിൽക്കാം, നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ സംസാരിക്കേണ്ട, ഐ കോണ്ടാക്ട് ചെയ്യേണ്ട എന്ന റിക്വസ്റ്റ് ഒക്കെ നിങ്ങളുടെ അടുത്ത് നടത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ആ ഒരു ഇമോഷന്റെ പിറകെ പോയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ പേഴ്സൺ നിങ്ങളെ പലപ്പോഴും സെക്യൂർ ചെയ്യാൻ, സേവ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ പേഴ്സന്റെ ഇമോഷനിലും നിങ്ങൾ സേഫ് ആയിരിക്കണം. അതായത് മേ ബി ലോകത്തിന്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ലോകത്തിന്റെ എക്സ്പോഷർ അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ആ ഒരു എനർജിയിലേക്ക് പോലും നിങ്ങൾ പോകരുത് എന്നൊരു പ്രൊട്ടക്ടർ എനർജിയാണ് ഈ പേഴ്സൺ ഉള്ളത്. അഥവാ അതിൽ കവിഞ്ഞിട്ട് നിങ്ങൾക്ക് പേരോ, അതായത് ചീത്തപ്പേരോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൊത്തം നിങ്ങളുടെ പേരിൽ ബ്ലെയിം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു പരിധി വരെ നമ്മളും കൂടി കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മേ ബി, അഥവാ നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതായിരുന്നേനെ, അല്ലെങ്കിൽ അതിന്റെ തീവ്രത ഇച്ചിരി കുറഞ്ഞേനെ. ഓക്കെ, ആൻഡ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഭാവിയിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പെർട്ടിക്കുലർ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാണണ്ട, നമുക്കിപ്പോ വിളിക്കേണ്ട, ഇപ്പൊ സംസാരിക്കേണ്ട, ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ മെസ്സേജ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ മേ ബി അത് കുളമാകാനും സാധ്യതയുണ്ട്. മേ ബി ഐ തിങ്ക് അവരുടെ വൈഫോ ഹസ്ബൻഡോ അറിയാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ഏജ്ഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ ഹാപ്പി ആയിരിക്കാം, ബട്ട് ഓൾറെഡി യു ഹാവ് എ സോൾമേറ്റ് കണക്ഷൻ വിത്ത് ആരടുത്തെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പം അത് മുന്നോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുള്ള താല്പര്യമായിരിക്കാം. മേ ബി ഇറ്റ്സ് എ തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി പേഷ്യൻസോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോയി വേറെ എന്തെങ്കിലും രീതിയിൽ കാണാൻ സാധിക്കുമായിരിക്കാം, പക്ഷെ ചിലപ്പോൾ മെസ്സേജ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഞാൻ പറയുന്ന സാഹചര്യമായിട്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ബട്ട് എനിക്ക് കാണുന്ന സാഹചര്യം ഇതാണ്. ഒത്തിരി റെസ്ട്രിക്ഷൻസ് അവർക്കുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പേര് മോശമാവുന്ന രീതിയിലുള്ള കൈൻഡ് ഓഫ് എനർജീസ് നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളത് കൊണ്ട് അവർ നിങ്ങളെ പലപ്പോഴും സേഫ് ആക്കാൻ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റഡ് കൈൻഡ് ഓഫ് എനർജിയിൽ നിർത്താനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങളെ വളരെ പോസിറ്റീവ് എനർജിയിൽ ഗൈഡ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും മറ്റു ആൾക്കാർ പറയുന്ന നെഗറ്റിവിറ്റിയിൽ നിന്നും ഒക്കെ നിങ്ങളെ രക്ഷിക്കാൻ ഒരു പരിധിവരെ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് നിന്ന് കൈൻഡ് ഓഫ് അഫെക്ഷൻ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിരിക്കണം, നിങ്ങൾ ഫ്രീ ആയിരിക്കണം എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പേഴ്സൺ ഏത് രീതിയിലാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് നിങ്ങൾ ഈ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു പേഴ്സന്റെ മോട്ടീവ് എന്ന് പറയുന്നത് ഏത് വിധത്തിലാണോ എനിക്കറിയില്ല, നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് ഈ ഒരു പേഴ്സന്റെ വലിയ മോട്ടീവാണ്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ, നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നതും വഴിയാണ് ഒരു പരിധിവരെ ഈ പേഴ്സൺ ഇത്രത്തോളം സ്നേഹമുണ്ടെന്ന് നിങ്ങളെ ആ പേഴ്സൺ അറിയിക്കാൻ താല്പര്യപ്പെടുന്നത്. മേ ബി അത് ആ ഒരു വ്യക്തിയുടെ വേ ഓഫ് എക്സ്പ്രസിങ് ലവ് ആയിരിക്കാം. തന്റെ പ്രണയം, തന്റെ ഇഷ്ടം, തന്റെ പ്രൊട്ടക്റ്റീവ്നെസ് കാണിക്കുന്ന രീതി ഇങ്ങനെ ആയിരിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ബട്ട് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് അച്ഛന്റെ സ്ഥാനം അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തിൽ നിന്നിട്ട് ഒരു കൊച്ചിനെ എങ്ങനെയാണ് പരിപാലിച്ചു കൊണ്ടുപോകുന്നത്, ആ ഒരു എനർജിയിലാണ് ആ പേഴ്സന്റെ കണ്ണിലൂടെ നിങ്ങൾ, അതായത് ഒരാൾ നമ്മൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്, എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിക്കില്ലേ, അപ്പൊ ആ ഒരു രീതിയിൽ സ്വന്തം കുഞ്ഞാണ് എന്ന രീതിയിൽ അതിന് എത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും അത്രത്തോളം പ്രൊട്ടക്ഷൻ ഞാൻ കൊടുക്കാം എന്നൊരു എനർജിയാണ് പലപ്പോഴും നിങ്ങൾ ഈ വിചാരിക്കുന്ന പേഴ്സൺ. അത് ഈവൻ നിങ്ങളുടെ ക്രഷ് ആയിക്കോട്ടെ, തേർഡ് പാർട്ടി കൈൻഡ് ഓഫ് കണക്ഷൻ ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിക്കോട്ടെ, പെട്ടെന്ന് വന്നൊരു ഫ്രണ്ട് ആയിക്കോട്ടെ, ഹൂഎവർ ഇറ്റ് ഈസ്, ആ പേഴ്സന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സമയത്തിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്.
കാരണം ഈ ഒരു പേഴ്സന്റെ സോഴ്സ് ഓഫ് എനർജിയും സോഴ്സ് ഓഫ് ഹാപ്പിനെസ്സും എല്ലാം നിങ്ങളാണ്. അപ്പൊ നിങ്ങളിലാണ് ഇരിക്കുന്നത് ഈ ഒരു പേഴ്സന്റെ ലോകം തന്നെ. അപ്പൊ നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് സങ്കടപ്പെട്ടു പോയാൽ, നിങ്ങൾ കുറച്ചെങ്കിലും, അതായത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ സങ്കടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ഇഷ്യൂ എന്നേ, അതിലും വലിയ പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണോ അത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നില്ല എന്നതായിരിക്കും ഒരു പരിധിവരെ നിങ്ങളുടെ പരാതി. പക്ഷെ നിങ്ങൾ അപ്പുറത്തെ സൈഡ് കണ്ടു നോക്കുക, ഇത്രയും വലിയൊരു പ്രശ്നത്തിലായിരിക്കും മേ ബി നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അത് നിങ്ങളെ വലിച്ചിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അത്രത്തോളം അവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഒരു കൈൻഡ് ഓഫ് ഡീറ്റെയിൽ എനർജി എടുക്കാം. Three of Pentacles, Four of Wands. ഓക്കെ, ഓൾസോ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ മറ്റൊരാളോട് അമിതമായി സംസാരിക്കുന്നതോ അമിതമായി കൂട്ടുകൂടുന്നതോ നിങ്ങളുടെ പേഴ്സണ് വലിയ തോതിൽ ജലസി ഉണ്ടാക്കുന്നുണ്ട്. അവരെ അതൊരു ഇമോഷണൽ ട്രോമയിലേക്ക് ആഴ്ത്തുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ചുറ്റുമുള്ളവർ നെഗറ്റീവ് ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ആണോ നിങ്ങളുടെ പേഴ്സൺ എന്ന് അറിയില്ല. പക്ഷെ അമിതമായി മറ്റാൾക്കാരോട് സംസാരിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സോഷ്യൽ സർക്കിൾ ഉണ്ടാകുന്നത് അവർക്ക് ഇച്ചിരി തലവേദന ഉണ്ടാകും എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് പലപ്പോഴും അവർ നിൽക്കുന്നത്. നിങ്ങൾ കൂടരുത്, സംസാരിക്കരുത് എന്നല്ല, പക്ഷെ അവർക്ക് അതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് പലപ്പോഴും അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അത് ഇഗ്നോർ ചെയ്യുകയാണ്. നിങ്ങളുടെ ടാലന്റിനെ അവർ റെസ്ട്രിക്ട് ചെയ്യുകയാണെന്നൊരു എനർജിയിലാണ് പലപ്പോഴും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ പേഴ്സണ് അവർ എക്സ്ട്രീംലി പ്രൊട്ടക്റ്റീവ് എനർജി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു തട്ടുമുട്ടലൊന്നും കിട്ടരുത് എന്നൊരു എനർജി നിൽക്കുന്നുണ്ട്. ആരും നിങ്ങളെ കബളിപ്പിക്കരുത് എന്നൊരു താല്പര്യത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകൂടൽ അല്ലെങ്കിൽ നിങ്ങളുടെ അമിതമായിട്ടുള്ള സോഷ്യൽ കൈൻഡ് ഓഫ് കണക്ഷൻസ് ഒക്കെ ഈ പേഴ്സൺ ഒരു മനസ്സിലൊരു ആദി കൊടുക്കുന്നുണ്ട്, ഒരു ഇൻസെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും എനിക്ക് തോന്നുന്നത് അവർ നിങ്ങളുടെ ടാലന്റ്സിനെ ഇഗ്നോർ ചെയ്യുന്നതല്ല. പക്ഷെ എന്തോ എവിടെയൊക്കെ ഈ ഒരു പേഴ്സൺ ഈഗോ ഉണ്ട്. മെയിൻലി ഈ പേഴ്സൺ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയിലായിരിക്കാം. അപ്പോ നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് എന്റെ ലോകം എന്ന് പറയുന്നത് നിങ്ങളാണ്, അല്ലെങ്കിൽ നീയാണ്. അപ്പോൾ നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നെ ചുറ്റിപ്പറ്റി നിനക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവുന്ന രീതിയിൽ, ഇപ്പൊ ഞാൻ തന്നെ നിനക്ക് ഉപദ്രവമാണെങ്കിൽ മാറി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അത്രത്തോളം നിന്നിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നത്. ഓക്കെ, അപ്പൊ നിനക്ക് വേണ്ടിയാണ് പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്, പക്ഷെ നിനക്കത് വിരുദ്ധമായിട്ടാണോ തോന്നുന്നത്? അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്റെ സ്ഥാനത്ത് നീ ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ പലപ്പോഴും ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് നിനക്ക് പറയാൻ പറ്റുക തന്നെ. ഓക്കെ, പലപ്പോഴും നീ നിന്റെ സ്ഥലങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, നിന്റെ ക്ലാരിഫിക്കേഷൻ മാത്രമേ നീ നോക്കുന്നുള്ളൂ. എനിക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നീ എന്നെ പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ നിന്നെ ഒരു പരിധിവരെ, മൊത്തമാണെന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പേഴ്സൺ, എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര എന്താണ് ഓക്കെ സമ്മതിക്കാം എന്ന രീതിയിൽ, അതായത് എപ്പോഴും ഒരു അക്സെപ്റ്റബിൾ എനർജി നിൽക്കുന്നു. പക്ഷെ പലപ്പോഴും നിങ്ങൾ അതൊരു അക്സെപ്റ്റബിൾ എനർജിയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ഒരു പേഴ്സണെ കാണേണ്ട രീതിയിൽ കാണുന്നില്ല. അത് മേ ബി നിങ്ങൾക്ക് മറ്റ് ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ടോ, ഒരു സോഷ്യൽ സർക്കിൾ, ഫ്രണ്ട് സർക്കിൾ ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൊണ്ടാണോ എന്ന് ഈ പേഴ്സൺ പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്കിവിടെ കാണുന്നുണ്ട്. അതും ഈ ഒരു പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർ ഓഫ് വാൻഡ്സ് എനർജി എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടാണ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹാർമണി വേണം, നിങ്ങളുമായിട്ട് എൻഗേജ്മെന്റ് കൈൻഡ് ഓഫ് എനർജിയിൽ വരണം, രണ്ട് വീടുകൾ തമ്മിൽ ഒന്നിക്കണം എന്നൊരു എനർജി കാണിക്കുന്നുണ്ട്, റീയൂണിയൻ വേണമെന്ന് അവര് താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങളെ ആക്കണം, അല്ലെങ്കിൽ കൊണ്ടുപോയി അവിടെ എല്ലാവരെയും കാണിച്ചു കൊടുക്കണം. അതായത് ഡൊമസ്റ്റിക് ഹാപ്പിനെസ് വേണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് കുടുംബ ജീവിതത്തിലെ സന്തോഷം, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൈൻഡ് ഓഫ് എനർജി മേ ബി നിങ്ങൾ തന്നെ അവർക്ക് വിവരിച്ചു കൊടുത്ത ആ ഒരു സന്തോഷമായിരിക്കാം അവരുടെ മനസ്സിൽ അസ് എ വീട് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് ഡൊമസ്റ്റിക് സന്തോഷം, വീട്ടിനുള്ളിലുള്ള ആ ഒരു ഹോം, ആ ഒരു എനർജിയിൽ അത് സന്തോഷിക്കാൻ ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇഷ്ടങ്ങൾ വളരെ ക്രിയേറ്റീവും നിങ്ങൾക്ക് തന്നെ സാറ്റിസ്ഫൈഡും ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്തു തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീഡം തരാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്ന് നിങ്ങൾ ദൂരെ നിൽക്കുമ്പോൾ ഭയങ്കരമായി റെസ്ട്രിക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കാരണം ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളെ വന്ന് സഹായിക്കാൻ പറ്റില്ലല്ലോ എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സംഭവിച്ചു പോകുമോ എന്നുള്ള ഓവർ
തിങ്കിങ് ഒരു പേഴ്സന്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്. അത് ഈ പേഴ്സൺ ചിലപ്പോൾ ആങ്കർ, ആൻസൈറ്റി, നിനക്ക് വേറെ ആരും ഇല്ലേ എന്ന കൈൻഡ് ഓഫ് എനർജിയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പല ആൾക്കാരും ഈ ഒരു കൈൻഡ് ഓഫ് ഡയലോഗ് നിങ്ങളുടെ അടുത്ത് അടിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പാർട്ട്നേഴ്സ്. നിനക്കപ്പോ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കും അല്ലെ. ഇത് അവരുടെ ആൻസൈറ്റിയും സ്ട്രെസ്സും ആണ്. അതുപോലെ നിങ്ങളിപ്പോ വേറെ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആരെങ്കിലും കുറിച്ച് സംസാരിച്ചാൽ അവർക്ക് ടെൻഷൻ ആവോ, ഈ ഒരു വ്യക്തിയോട് ഇൻട്രസ്റ്റഡ് ആണോ, അപ്പൊ എന്നേക്കാൾ ബെറ്റർ ആ വ്യക്തിക്ക് എന്താണ്. എന്നിട്ട് ഈ പേഴ്സൺ ഓടിപ്പോയിട്ട് ആ പേഴ്സന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്, എത്ര സമയമാണ് ഓൺലൈൻ ആകുന്നത്, ഈ ഓൺലൈൻ ആകുന്ന സമയം നിങ്ങളും ഓൺലൈൻ ആകുന്നുണ്ട്. ഈ കൈൻഡ് ഓഫ് സ്പൈയിങ് വർക്ക് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ജസ്റ്റിസ് വേണം, നിങ്ങളുടെ ഡിസിഷനെ മാനിക്കണം എന്നൊക്കെ ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ആൻഡ് പലതും നിങ്ങൾക്ക് പോസിറ്റീവ് ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. പക്ഷെ അത് റോങ് ആയി പോകുന്നുണ്ട്, പെയിൻ ആയി പോകുന്നുണ്ട്, വേദനയായി പോകുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ശരിയാണ്. ബട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടണം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ള എനർജിയിലാണ് നിൽക്കുന്നത്. എപ്പോഴാണ് നിങ്ങളെ അവരുടെ കയ്യിൽ കിട്ടുന്നത് അപ്പൊ അവർ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം, അല്ലെങ്കിൽ കുഞ്ഞുവാവയെ പോലെ നോക്കിക്കോളാം എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് വെക്കുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ സ്വന്തമായി കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ജസ്റ്റിസും ഫെയർനെസ് ഒന്നും കിട്ടില്ലായിരിക്കും. പക്ഷെ അവരുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റിയും ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇക്വാലിറ്റിയും ബാലൻസും ഒക്കെ തരും, ആ ഒരു അഫെക്ഷനും തരും എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു നമ്മുടെ പറയില്ലേ അങ്ങനത്തെ ഒരു ആലോചനയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് കിടക്കുന്നത്. പിന്നെ അടുത്ത് എനിക്ക് കിട്ടുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല്, ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരിക്കലും സിക്ക് ആവരുത്. ഇപ്പൊ നിങ്ങൾ സിക്ക് ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ ടെൻസ്ഡ് ആയിരിക്കും. ഒരു പേഷ്യന് നിങ്ങൾക്ക് എന്തെങ്കിലും വയ്യായിക പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പേഷ്യൻസ് എന്ന് പറയുന്നൊരു സാധനമില്ല. പിന്നെ എവിടെ ചെന്നാലും തെറ്റും പൊട്ടത്തരങ്ങളും ഒക്കെ ആയിരിക്കും ഈ പേഴ്സൺ കാണിക്കുന്നത്. തന്റെ കടമ എന്താണെന്ന് നിറവേറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഒരു പേഴ്സന്റെ ഏജ് കാരണോ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ ബൗണ്ടറീസ് കാരണോ ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന അത്രത്തോളം എനർജി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല. അതിൽ അയാൾക്ക് ഒരു ഇമോഷണൽ ടെൻഷനുകളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ സാധിപ്പിക്കണം എന്നുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തിക്കുള്ളത്. പക്ഷെ അത് സാധിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലേ, അപ്പൊ നിങ്ങൾ അവരെ വിട്ടുകളയോ എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്. ആൻഡ് അവരുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കുന്നു, നിങ്ങൾക്ക് തരാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ചെയ്തിട്ട് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മേ ബി നിങ്ങൾക്കൊരു സോഷ്യൽ സർക്കിളോ ബെസ്റ്റ് ഫ്രണ്ടോ ഒക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പൊ നിങ്ങൾ വേറെ ആരുടെങ്കിലും സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം ഈ ഒരു മാനിപ്പുലേഷൻ കൊടുത്തത്. ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാനിപ്പുലേഷൻ ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ തല കൊണ്ട് മാത്രമല്ല പലപ്പോഴും അവൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവൾ ചിന്തിക്കുന്നത്, വേറൊരാളുടെ കൈൻഡ് ഓഫ് ഈ ഒരു പൊളിറ്റിക്സ് എനർജി കണ്ടില്ലേ, ആ ഒരു എനർജിയിൽ വേറൊരാളും ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു പരിധി വരെ ആ ഒരു ഉപദേശം ഈ പേഴ്സൺ കൈക്കൊള്ളുന്നൊന്നും ഇല്ല. എങ്കിൽ പോലും നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോയില്ലേ, ആ ഒരു എനർജിയിലേക്ക് നിങ്ങളാണോ നിങ്ങളുടെ പേഴ്സൺ ആണോ എന്നറിയില്ല, നിങ്ങൾ രണ്ടുപേരും ആണോ എന്നറിയില്ല, വീഴുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അതിന്റെ ഇടയിൽ എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്നൊരു തോട്ട് വരാതിരിക്കുക. കാരണം മാനിപ്പുലേറ്റീവ് എനർജി ഉണ്ട്, പക്ഷെ നിങ്ങൾ പരസ്പരം ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് എന്തോ കാര്യങ്ങൾ എൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അൺഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ വെളിപ്പെടാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബിട്രേ ചെയ്ത ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വെളിപ്പെടാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ ചതിച്ചതെന്നോ കള്ളത്തരം ആരാണ് പറഞ്ഞു കൊടുത്തതെന്നോ അല്ലെങ്കിൽ ആരാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് എനർജി നിങ്ങളുടെ അടുത്തേക്ക് ഉടൻ തന്നെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇതുവരെ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് അവിടെ ഇരുട്ടാണ്, അവിടെ കഥകുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആ ആൾക്കാരുടെ മുഖങ്ങള് നിങ്ങൾക്ക് അറിയാനും അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലുള്ള വാതിലുകൾ തുറക്കാനും അത് ഒത്തിരി സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ കൈൻഡ് ഓഫ് എ ന്യൂ ബിഗിനിങ് എനർജി നിങ്ങൾക്കുണ്ടാവും. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് കാണുന്നത്. കാരണം ന്യൂ ബിഗിനിങ്സ് കാണിക്കുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, ചില ബാഡ് സൈക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എൻഡ് ആകുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ശരിയാണ്, ഈ ഒരു പേഴ്സണും ഒരു ട്രാൻസ്ഫോർമേറ്റീവ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ബട്ട് ഈ ഒരു മന്തിൽ അല്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് മന്തിൽ കുറച്ചൊക്കെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഡിഫിക്കൽട്ട് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ പോവുകയാണെന്ന് എനിക്ക് കാണുന്നുണ്ട്.
ഈ ഒരു പേഴ്സൺ ഇപ്പൊ കുറച്ച് ഡിലേ ആയിരിക്കാം, സ്റ്റാഗ്നന്റ് ആയിരിക്കാം, പക്ഷെ തന്റെ മിഷനിൽ ഈ പേഴ്സൺ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആരൊക്കെ തന്നെ തടഞ്ഞാലും മുന്നോട്ടേക്ക് പോകണം, ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു അർത്ഥം ഉണ്ടാക്കണം എന്നൊരു എനർജി തന്നെയാണ് ഈ വ്യക്തിക്ക് നിൽക്കുന്നത്. മെയിൻലി ജെമിനി, ലിബ്ര, അക്വാരിയസ് എനർജി, അവരിപ്പോ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ നിങ്ങളെ ദോഷപ്പെടുത്താനാണ് അവർ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണിതരാനേ അവര് ശ്രമിക്കുള്ളൂ. ഇപ്പൊ നിങ്ങളെ ഇവർ ഗുണം ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വളരെ പോസിറ്റീവ് ഔട്ട്കം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതെന്തുകൊണ്ടാ പറഞ്ഞതെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു മുമ്പ് മേ ബി പാർട്ട്ണർ ആയിരുന്ന ആരൊക്കെയോ മേ ബി നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ വേദനിപ്പിക്കാനോ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അത് അവരുടെ വരുതിയിൽ വരാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ വരുതിയിൽ വരാത്തത് കൊണ്ടും അതുപോലെ തന്നെ കൈൻഡ് ഓഫ് നിങ്ങൾ എന്തൊക്കെയോ സത്യങ്ങൾ അറിയണം എന്നുള്ള എനർജി ഉള്ളത് കൊണ്ടും ഈ ജെമിനി, ലിബ്ര, അക്വാരിയസ് എനർജിയിലുള്ളവർ നിങ്ങൾ ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാൻ വലിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മേ ബി നിയമ നടപടികളിലേക്ക് പോകാനുള്ള അത്രത്തോളം കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജീസ് അവർ കൊണ്ടുതരാം. കാരണം ഈ എയർ സൈനുകൾ ക്വിക്ക് ഡിസിഷൻ എടുക്കുന്നവരാ. ഈ ഒന്നും ഓർക്കാതെ പെട്ടെന്ന് ചാടി ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരാണ് ഈ എയർ സൈൻസ് എന്ന് പറയുന്നത്. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ കൈയും കാലും ഇട്ടടിക്കും. അപ്പോൾ അവരുടെ ഉള്ളിൽ വാശി ഉണ്ടാക്കിയാൽ ആ വാശി തീരുന്നത് വരെ നിങ്ങളൊന്ന് എന്താണ് ഗസ് ചെയ്ത് നോക്കുക. ഇപ്പം ഒരു ഫയർ സോഡിയാക് സൈനില് കുറച്ച് കാറ്റ് വീശി കൊടുത്താൽ എന്താ, അല്ലെങ്കിൽ ഫയറിൽ കുറച്ച് കാറ്റ് വീശി കൊടുത്താൽ എന്താ, വീണ്ടും 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 അത് കത്തിച്ച് വലിക്കത്തേ ഉള്ളൂ അല്ലെ. അതുപോലെ ഇവരെ നിങ്ങളിപ്പം എയർ സോഡിയാക് സൈനിൽ നിൽക്കുന്ന, അതായത് നമ്മുടെ ജെമിനി, ലിബ്ര, അക്വാരിയസ് എനർജി നിൽക്കുന്നവരാണെങ്കിൽ ഇവരെ എന്താണ് നിങ്ങൾ വഴക്കുണ്ടാക്കി വാം അപ്പ് ചെയ്യിപ്പിക്കരുത്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാല് ഈ പേഴ്സൺ നിങ്ങളിൽ വളരെ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ലിബ്ര നിങ്ങളുടെ വളരെയധികം ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണ്. നിങ്ങൾ ജസ്റ്റിസ് കൊടുത്തില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് 8ന്റെ പണി തരുന്ന സോഡിയാക് സൈനുമാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഓക്കെ, പിന്നെ സം കൈൻഡ് ഓഫ് എൻഡിങ് ഉണ്ട്. അതായത് ചില റിലേഷൻഷിപ്പുകൾ എൻഡ് ആകുന്ന എനർജി കാണുന്നുണ്ട്, ചില റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് ഔട്ട്കം വരുന്ന എനർജിയും കാണുന്നുണ്ട്. ഒരു മിസ്മാച്ച് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും നിൽക്കുന്നത് എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഡയറക്റ്റ് മെസ്സേജും കൂടി എടുക്കാം, അവരുടെ കറന്റ് ഫീലിങ്സിന്റെ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസ് കാണുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡയറക്റ്റ് മെസ്സേജും കൂടി നോക്കാം. ഡു യു റിയലി ലവ് മീ? യെസ്, ഈ ഒരു പേഴ്സൺ നിങ്ങൾ സോഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു 3 ഓഫ് പെന്റക്കിൾസ് എനർജിയിൽ വരുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇവരെ എന്നൊരു ആലോചന അവർക്ക് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. വി വിൽ മീറ്റ് അഗെയിൻ, എനിക്ക് മനസ്സിലാവുന്നത് ഒരു കൈൻഡ് ഓഫ് റിവെഞ്ച് എനർജിയിൽ ചില ആൾക്കാർ പറയുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. നമ്മൾ ഇനിയും കാണേണ്ടതായിട്ടുണ്ട് കൈൻഡ് ഓഫ് എനർജി കാണിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. സ്നേഹപരമായിട്ടുള്ള വി വിൽ മീറ്റ് അഗെയിൻ അല്ല എനിക്കതിനകത്ത് മനസ്സിലാവുന്നത്. മേ ബി ഈ വി വിൽ മീറ്റ് അഗെയിനിൽ ഒരു പൊട്ടീര് നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവരുടെ ദേഷ്യം തീർക്കുമ്പോഴത്തേക്കായിരിക്കും മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി നന്നാവുക എന്ന് തോന്നുന്നുണ്ട്. അത് ഇനി നിങ്ങൾക്കാണോ അവസരം കിട്ടിയെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്കറിയില്ല. പക്ഷെ ഈ വി വിൽ മീറ്റ് അഗെയിൻ എന്നത് ഇച്ചിരി ദേഷ്യത്തിലാണ്. ആഫ്റ്റർ മേ ബി മീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് റിസോൾവ് ആവുമായിരിക്കാം. എന്തോ കൈൻഡ് ഓഫ് എനർജി നിങ്ങളെ രണ്ടുപേരെയും ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ജസ്റ്റ് എ സൈക്കിൾ, ശരിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സൈക്കിളാണ്. സൈക്കിൾ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വരും. അതായത് നമ്മുടെ കർമ്മ എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ എത്രത്തോളം വേദനിപ്പിച്ച പാർട്ട്ണർ തന്നെയായിരിക്കും തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ എത്ര അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്തു പോകും. ഓക്കെ, അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട്. ഐ കുഡന്റ് ലെറ്റ് യു ഗെറ്റ് ക്ലോസ് ടു മീ, അതായത് ഈ ഒരു പേഴ്സൺ ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് നിങ്ങളെ കൂടെ അടുപ്പിക്കത്തില്ല എന്നൊരു എനർജി നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സന്റെ ഈ ഒരു സൈക്കിൾ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ, ഈ ഒരു ഡെപ്ത് സൈക്കിൾ എൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ദേ വിൽ കം ബാക്ക് ടു യു. അതെന്തുകൊണ്ടാ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഫിസിക്കലി നിങ്ങളുടെ അടുത്ത് അട്രാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഓൾറെഡി ഫിസിക്കൽ ആയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ കൈൻഡ് ഓഫ് ഡേറ്റ് എനർജിയിലും വിളിക്കും. എപ്പോഴായിരിക്കും ഈ ഒരു പേഴ്സൺ ഡേറ്റ് എനർജിയിൽ നിങ്ങളെ വിളിക്കുക? ഇഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് എപ്പോഴായിരിക്കും സോർട്ട് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ സോൾവ് ആവുക എന്നുള്ള എനർജി നമുക്ക് എടുക്കാം. ചില ആൾക്കാർക്ക് ഇത് സോർട്ട് ഔട്ട് ആവാൻ ബുദ്ധിമുട്ടാണ് എന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ചില ആൾക്കാർക്ക് വിത്തിൻ 4 months പോസിബിൾ. ചില ആൾക്കാർക്ക് നിങ്ങൾ പല കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ് എങ്കിൽ പോസിബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ വിത്തിൻ 8 months ഇത് റിസോൾവ് ആകും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് പ്ലീസ് ഗൈഡൻസ്. ഇഫ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മെസ്സേജ് എപ്പോഴായിരിക്കും നിങ്ങൾക്ക് റിസീവ് ആവുക എന്നും കൂടി നോക്കാം.
സെവൻ ഡേയ്സിലോ 7 hours-ലോ 7 seconds-ലോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൾവേസ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവർ നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ലവ് യു എ ലോട്ട്. ഓക്കെ, ആൻഡ് ഒരു കാർഡും കൂടെ എടുക്കാൻ തോന്നുന്നു, എന്താണെന്നറിയില്ല. ഈ ഒരു മെസ്സേജ് മേ ബി ചില ആൾക്കാർക്ക് പെർട്ടിക്കുലർ ആയിരിക്കാം. ഓക്കെ, ലെറ്റ് മീ ക്യാരി യുവർ ബർഡൻ. വാവ്, ഐ ക്രൈ ഫോർ യു, ഐ ലുക്ക് ഫോർ യു എവ്രിവെയർ. സോ നിങ്ങളിപ്പോൾ ഡിറ്റാച്ച്മെന്റിലോ ലോങ് ഡിസ്റ്റൻസിലോ ആണ് ഇരിക്കുന്നതെങ്കിൽ ഗൈസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നു. അവർ നിങ്ങളെ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ചും കൂടി സമയം കൊടുക്കണം എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി കൈൻഡ് ഓഫ് എനർജീസ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് റെസോണേറ്റബിൾ ആയിട്ടുള്ള മെസ്സേജ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അത് നിങ്ങൾ ഒത്തിരി ബെനിഫിറ്റ് ചെയ്യും. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവ് ഔട്ട്കം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസ് കുറച്ചും കൂടി നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് കമ്പയർ ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.